സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ എക്സ്റേ കൂടി എടുക്കുന്നത് നന്നായിരിക്കും. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു മെഡിക്കൽ വീഴ്ച. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ രോഗിയുടെ ശരീരത്തിൽ മറ്റ് അനാവശ്യ വസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഒരു എക്സ്റേ കൂടി എടുക്കേണ്ട അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുന്നു. പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫ് കഴിഞ്ഞ 5 വർഷമായി അനുഭവിച്ച നരകയാതനകൾക്ക് ഉത്തരവാദികൾ ആര് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ല. 2021 മെയ് 10-നാണ് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാൻ ഉഷ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. തുടർന്ന് കടുത്ത വേദനയും നിർത്താതെയുള്ള രക്തസ്രാവവും കാരണം വർഷങ്ങളോളം വിവിധ ആശുപത്രികളിൽ കയറിയിറങ്ങി. ഒടുവിൽ ഒരു യൂറോളജി വിദഗ്ധൻ നടത്തിയ പരിശോധനയിലാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയ വിവരം പുറംലോകമറിയുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തണമെന്ന കൃത്യമായ പ്രോട്ടോകോൾ നിലവിലുണ്ട്. കേസ് ഷീറ്റുകളിൽ ഈ നടപടികൾ പാലിച്ചതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും കത്രിക എങ്ങനെ വയറ്റിൽ ശേഷിച്ചു എന്നത് ദുരൂഹമാണ്. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളും PPE കിറ്റും കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും രോഗിയുടെ ജീവൻ വെച്ചുള്ള ഈ കളിക്ക് ന്യായീകരണമില്ല. സംഭവത്തിൽ വീഴ്ചയുണ്ടായതായി പ്രാഥമികമായി വിലയിരുത്തിയ ആശുപത്രി അധികൃതർ RMO ഡോക്ടർ ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ വിദഗ്ധ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലാണ് അന്ന് ശസ്ത്രക്രിയ നടന്നതെന്ന് സൂപ്രണ്ട് സ്ഥിരീകരിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും തങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച രോഗിയുടെ ശരീരത്തിൽ കത്രിക മറന്നുവെച്ച് ഡോക്ടർമാരുടെ നടപടിയിൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്.